പിന്നെ ചില സിനിമകളിലൊക്കെ ലാലേട്ടൻ വിരലുകൊണ്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറയണ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ? അങ്ങനെ സ്കോപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അത് ഈ സീനിലല്ല, സ്കോപ്പ് വന്നിട്ട് പറഞ്ഞോളൂ. എടാ സീരിയസ് ആയിട്ടൊരു കാര്യം, എടാ ഈ സീനിലല്ലടാ. ഇങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ചോദിക്കല്ലോ, നിങ്ങളുടെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ വിലക്കിടല്ലേ, അത് പിടിക്കാല്ലേ. ഞാൻ ഈ ക്യാരക്ടറിനൊന്ന് സ്റ്റഡി ചെയ്തിരുന്നു. ഇവിടെ പെങ്ങളൊക്കെ മരിച്ച് അതിന് റിവെഞ്ച് മുത്തി തീവ്രവാദിയായി ആകെ സൈക്കോ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ നമ്മുടെ ആകെ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോണാണ്. സ്പീഡ് മൂവി കണ്ടിട്ടില്ലേ? ദിലീപിന്റെ ഓട്ടപ്പടം. നീ ഒന്ന് പോയി ഇറങ്ങിപ്പോയി. ഡെന്നിസ് സൂപ്പറിന്റെ സ്പീഡ് മൂവി അതിൽ പുള്ളി പിടിച്ചതായിട്ടുണ്ട്. ഫോൺ എടുത്തിട്ടെ ഈ കഴിച്ച് ഇങ്ങനെ പിടിക്കുന്നവരും ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന് പകരം എൻ്റെ ഒരു വേറെ സാധനമുണ്ട്, സർപ്രൈസ് ആണ്. ടേക്കിടാം. നിങ്ങൾക്ക് തെറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. നിങ്ങൾ എന്നെയല്ല വളഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെയാണ്. ഒരു നഗരത്തിലൊരു അനീതി നടന്നാൽ അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപം നടന്നിരിക്കണം. ഇവിടെ അനീതി നടന്നത് എൻ്റെ കുടുംബത്താണ്. కలాపం നടന്നിരിക്കും. ఫిలాసఫీలో 4 పాయింట్స్ ఉంటాయి. అందులో ఈ రోజు మనము ఎథిక్స్ గురించి చెప్పుకుంటున్నారు. ఎథిక్స్ అంటే ఏంటి? నమ్ చేసేలో పనిలో రైట్ ని రైట్ అని అంటారు, రాంగ్ ని రాంగ్ అని అంటారు. అదే ఎథిక్స్. మేడం సర్ప్రైజ్. ఫర్ ఎగ్జాంపుల్ ఎక్సైట్మెంట్. ఒక రోడ్డు మీద ఒక బిచ్చగాడు బిచ్చం అడుగుతుంటే ఒకరు పాపమని బిచ్చం వేస్తారు, ఇంకా ఒకరు బాగానే ఉంటారు కదా, పని చేసుకోవచ్చు కదా అని ఉంటారు. మేడం డిస్కస్డ్. అండ్ కట్. എക്സ്ക്യൂസ് മീ, അനുഭവൽ ഞാനിപ്പോൾ നിങ്ങൾ സീൻ കണ്ടിരുന്നു. നല്ലൊരു അഭിപ്രായം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. മാഡത്തിൻ്റെ 1-2 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യമില്ലാണ്ട് എക്സ്പ്രഷൻ ഇങ്ങനെ വാരി വലിച്ചിടാൻ ഒരു ഫീൽ, ഒരു വെയിറ്റ് ഇല്ല. ഈ ക്ലാസിക്കൽ ഡാൻസിന് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് വെറുതെ അല്ല. അത്ഭുതം എന്ന് പറഞ്ഞപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അത്ഭുതം. പിന്നെ ആ വിഡ്ഢിയായിട്ടുള്ള ഡയറക്ടർ പുച്ഛെന്ന് പറഞ്ഞപ്പോൾ വൃത്തിയായിട്ട ഒരു പുച്ഛം. ഇതൊക്കെ എങ്ങനെ ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒന്ന് സഹായിக்கலாம் വിചാരിച്ച് പറഞ്ഞതാ. കോംപ്ലക്സ് ക്വസ്റ്റ്യനാണ്, സിമ്പിളായിട്ട് പറഞ്ഞ ബാല. പാലോ തൈരോ ഇപ്പൊ തൻ്റെ അടുത്ത് ആരോ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. ഇല്ല അങ്ങനെയൊന്നുമല്ല, അത് കണ്ടുകഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ. തനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് അങ്ങോട്ട് കയറി കുറ്റം പറയാം. അടിപൊളി. ഇത് തന്നെയാണ് എൻ്റെ ഉമ്മയും പറയാറുള്ളത്. ഒരു കാര്യമില്ലാണ്ട് മറ്റുള്ള കാര്യത്തിൽ കയറി അഭിപ്രായം പറയാറ്. പിന്നെ അത് ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാണ് കേട്ടോ, ബിക്കോസ് ഞാനൊരു ആക്ടിങ് കോച്ചാണ്. താനാണോ ഡേവിഡിന്റെ ആക്ടിങ് കോച്ച്? എങ്ങനെ മനസ്സിലായി ഞങ്ങൾ പരമരഹസ്യമായി വെച്ചിരിക്കുന്ന സത്യം? ഞാൻ ചിലരെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാറുണ്ട്. കുറ്റമാണ് കഴിഞ്ഞോ? സാരമില്ല, പറഞ്ഞേക്ക്. എന്താ എന്റെ പെർഫോമൻസിനെ പറ്റി പറയാനുള്ള ആക്ടിങ് കോച്ച്? അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ശരിയാക്കാം. മരത്തിനെ കണ്ടാൽ തന്നെ അറിയാം, മരത്തിൻ്റെ ജീവിതത്തിലോ ശരീരത്തിലോ ഇന്നവരെ അഴുക്കോ ചെളിയൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എങ്കിൽ അഴുക്ക് പറ്റാത്തൊരു അഭിനയം. ഫോർ എക്സാമ്പിൾ ആ പിള്ളേർ വയറ് നമ്മളുടെ റിയാക്ഷൻ, അതിന് പകരം ഈ റിയാക്ഷൻ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായ ബാല ആക്ടിങ് കോച്ച്. അയ്യോ ഇതെന്തു പറ്റി? ഒന്നുമില്ല, ചെറിയൊരു പരിക്ക്. ഹോസ്പിറ്റലിൽ പോണ്ടേ? ഹോസ്പിറ്റലൊന്നും പോകണ്ട, പെയിൻ കില്ലർ അടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ പോയി ഷൂട്ട് തുടങ്ങും. ആണോ? അല്ല എൻ്റെ പെർഫോമൻസ് കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഞാൻ കണ്ടിട്ടാ പോയത്. എന്നിട്ട് എവിടെ പോയി? അപ്പുറത്തെ തെലുങ്കുവരത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പഴയ നടിയില്ലേ ആൻബാവ, അവരുണ്ട് അവിടെ. നല്ല രസമുണ്ട് കേട്ടാ. അവളുണ്ട് അവിടെ? ആ ഉണ്ട്, അവിടെ ഉണ്ട്. മരച്ചു സാരി കൊടുത്തിരിക്കുന്നുണ്ട് അവിടെ. ഓ നല്ല വർക്കുണ്ടല്ലോ, നോക്കണ്ട ഇതൊക്കെ.
ചേട്ടൻ ഫാമിലി അവിടെ നിന്ന് വളക്കടന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേവിക ആ ടൈം ഒറ്റക്ക് പോകുന്നു. അവരുടെ കയ്യിൽ സഞ്ചി ഉണ്ട്. ആ സഞ്ചിയിലേക്ക് തീവ്രവാദി മുന്നോട്ട് പോകുമ്പോൾ പ്ലാൻ ചെയ്യും. സഞ്ചിയിലോട്ട് വെക്കുന്ന സമയത്ത് ടൈറ്റ് റേഞ്ചിലോട്ട് പോയിട്ട് അവിടെ കട്ട് ചെയ്താൽ ഓക്കെ പ്ലാസ്റ്റിക്കിന് മാസ്റ്റർ ആയിക്കോളൂ. മാസ്റ്റർ ആയിക്കോളും. സാറ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് പഠിച്ചോണ്ടിരിക്കുക. നന്നായതല്ല, നന്നാക്കിയതാ. പൊളിച്ച് അതൊക്കെയാണ് അത്. പക്ഷേ സങ്കടം കുറച്ചും കൂടി ഉള്ളിൽ നിന്ന് വരണം. വെച്ചാൽ അത് ഉള്ളിൽ നിന്ന് വരണം. നമ്മൾ ഇവോക്ക് ചെയ്യണം. ഇയാൾ കുറേ നേരം തിയറി പറയുന്നു. ഒന്ന് ചെയ്ത് കാണിച്ചേ, ഞാൻ അതുപോലെ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് വായിക്കണ്ടേ, അതിന് കുറച്ച് സമയം എടുക്കും. എത്ര മിനിറ്റ് എടുക്കും? മിനിറ്റ് അങ്ങനെ പക്ഷേ കാണിച്ചു കൊടുക്ക്. കാണിക്കുന്നത് നിങ്ങൾ എന്താ കാണിക്കണത്? അത് ഒരു പ്രാവശ്യം കാണിക്കാം, പിന്നെ ചെയ്യാൻ പറയരുത്. ഒറ്റ പ്രാവശ്യം കാണിക്കാം. മതി. ഓക്കെ. ഇല്ലാത്ത പരിപാടിയാണ്. പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് എക്സ്ട്രീം ആയിരിക്കും. ലൈറ്റ് അല്ല, കുറച്ച് എക്സ്ട്രീം ആയിരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ കുട്ടിയുടെ ഇയാൾ കാണിക്കാൻ പറ്റും, കാണിക്കണം. കുറേ നേരമായി. ഞാൻ പറഞ്ഞ എക്സ്ട്രീം ആയിരിക്കും. പിന്നെ എന്താ ലൈറ്റ് എല്ലാം നീ ചിരിക്കുന്നു. ഞാൻ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിരിക്കണ ഞാൻ ഈ ഇമോഷൻ കാണിക്കാൻ തന്നെ മരിക്കണം. നിന്റെ ഭാഗ്യമാണ്. നിന്റെ ഈ സായിബാബുട്ടുള്ള ഫേസ് ഇല്ലേ, അത് എന്നൊരു ട്രാജഡി. തമാശ. ചേട്ടൻ എന്താ ചിരിക്കണ കുറേ നേരമായിട്ട്? കണ്ണോടക്ക് നോക്കി ഞാൻ പഠിച്ചു. കണ്ണോടക്ക് ഗംഭീരായി.